മോനെ ആ ബാഗിങ് എടുത്തോണ്ട് വാ. ശരി അച്ഛാ. മര്യാദക്ക് പഠിക്കണം. ശരി അച്ഛാ. സമയമായി. നിന്റെ അമ്മ അണിഞ്ഞൊരുങ്ങി വരുന്നതിനുള്ളിൽ ഫംഗ്ഷൻ തീരുമെന്നാ തോന്നുന്നത്. അമ്മേ ദാ വരുന്നു. എടി ഒന്ന് വേഗം പാടി. എടാ കഴിക്കാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിച്ചോണം. ഞങ്ങള് രാത്രിയാകുമ്പോ എത്തും. പിന്നെ അവനെന്താ കൊച്ചുകുട്ടിയാ? നിങ്ങളെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. ബൈഡാ, ഞങ്ങൾ വരട്ടെ. സൂക്ഷിച്ചിരിക്കേ. അമ്മേ. ഹലോ. ഹലോ ഡിയർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അശ്വിൻ. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്താടാ? എന്ത് പറ്റി അശ്വിൻ? ഒന്നുമില്ല, തരണോന്ന് തോന്നി, അതുകൊണ്ടാ. എന്ന് വെച്ച് ഇങ്ങനെയാണോ? ഞാൻ റോട്ടിൽ കൂടി നടന്നോണ്ടിരിക്കുവാ അശ്വിൻ. നിനക്കിഷ്ടമായോ? എന്നെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. ഇല്ലെന്നോ? ഉണ്ടടാ. അല്ല, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? വേറൊന്നുമല്ല, വീട്ടിൽ നിന്ന് ആരുമില്ല, അതുകൊണ്ടാ. നീ വരികയാണെങ്കിൽ. അതെ, ഒരുപാട് ആഗ്രഹിക്കണ്ട. എനിക്കിന്ന് ട്യൂഷൻ ഉണ്ട്. ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുക. എനിക്കിന്ന് വരാൻ പറ്റില്ല. ഐ എം സോറി. അപ്പോ ട്യൂഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വരുമായിരുന്നു അല്ലേ? നിനക്ക് എന്ത് പറ്റി? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എന്താ നിഷ ഇത്? എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിന്നോടൊപ്പം എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. അതല്ല അശ്വിൻ, ആരെങ്കിലും കണ്ടാൽ ഒത്തിരി പ്രശ്നമാവും. സോറി കുട്ടാ. പേടിക്കണ്ട നിഷ, ഇവിടെ ആരും കാണില്ല. പ്ലീസ് ഒന്ന് വാടാ. പ്ലീസ് വാ. പ്ലീസ് എന്നെ കൊണ്ട് പറ്റില്ല അശ്വിൻ. ബൈ. ഞാൻ ഫോൺ കട്ട് ചെയ്യുവാ. നിഷ, നിഷ. അശ്വിൻ, അശ്വിൻ, അശ്വിൻ. 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 അമ്മയാ. അമ്മ, ഞാൻ ട്യൂഷൻ ക്ലാസ്സിലാ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാ. ആ കഴിയാറായി. ഞാൻ ഇപ്പൊ ഇറങ്ങും. ആ വന്നേക്കാം. അശ്വിൻ, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. എനിക്ക് പോണം. നിഷ പ്ലീസ്, ഒരു മിനിറ്റ്.
ഒരേ ഒരു തവണ പ്ലീസ്. സ്റ്റോപ്പ് അശ്വിൻ. ഒരിക്കലത്തേക്ക് നിഷ പ്ലീസ് ഒന്ന് വാടാ. വിട് അശ്വിൻ. വരാൻ പറഞ്ഞ വരില്ലെന്നോ? ഇത്ര നേരം മനുഷ്യനെ ഭ്രാന്തനാക്കിയിട്ട് ഇപ്പൊ നിനക്ക് പോണോ അല്ലേ? സ്റ്റോപ്പ് അശ്വിൻ. എന്താ അശ്വിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? യു മാഡ്. യെസ് ഐ ആം മാഡ്. ലുക്ക് അശ്വിൻ, ഇതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്, മനസ്സിലായോ? എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ നിന്നെ വേണം. അശ്വിൻ വിട്. ഇതൊന്നൊട്ട് ശരിയല്ല അശ്വിൻ. നീ കരുതുന്ന പോലുള്ള ഒരാളല്ല ഞാൻ. നമുക്കിടയിൽ ഒന്നുമില്ല, എല്ലാം ഓവർ. ഗുഡ് ബൈ. നിഷ നിഷ നിഷ. അനിയ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ വിചാരിക്കുന്ന പോലെ ഒരിക്കലും കിട്ടില്ല. നടന്നതൊക്കെ കളഞ്ഞേക്ക്. ഇനി നടക്കാനുള്ളതിനെ കുറിച്ച് ആലോചിക്ക്. ഇതിൽ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? അത് അത്രക്കേ ഉള്ളൂ. സൂചി സ്ഥലം കൊടുത്താലല്ലേ നൂലിന് അങ്ങോട്ട് കേറാൻ പറ്റൂ. വളച്ച ഉടനെ തന്നെ കമ്പവും വെടിക്കെട്ടും അങ്ങ് നടത്താൻ പറ്റുമോ? ഇവൻ ഇതുവരെ വളർന്നില്ലെന്നേ. നീ അവനെ വെറുതെ വിഷമിപ്പിക്കാതടാ. അവനാകപ്പാടെ തകർന്നു പോയായിരിക്കുന്നു. അതിങ്ങതാടാ. ഇവന്മാര് പറയുന്നൊന്നും നീ കേക്കണ്ട. വീണ്ടും നീ ആ പെണ്ണിനെ പോയി കണ്ടോ കണ്ടില്ലേ? നിഷ നിക്ക് നിഷ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിഷ പ്ലീസ് നിഷ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. അതിനുവേണ്ടി ഒരു ബൈ പറഞ്ഞു പോയാൽ എങ്ങനെയാ? എന്നോട് നീ സംസാരിക്കില്ലേ? പ്ലീസ് എന്തെങ്കിലും പറയും നിഷ. നിഷ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നിഷ ഇവന് തല്ലിട്ടതിന്റെ കുഴപ്പം തിണ്ടി. നിഷ സോറി നിഷ, പ്ലീസ് മനസ്സിലാക്ക്. നിഷ വിട്. ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗ്. നല്ല സമയം. ഇനി ഏവനെങ്കിലും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാ അത് കാര്യാക്കണ്ട. അവനെന്തോ കുടിച്ചിട്ട് ബോധമില്ലാതെ ചെയ്തതാ. ഇതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? വിടറാ, വിട്ടേക്ക്. എന്താടാ? ഹലോ 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 ഡോക്ടർ. ഡോക്ടറോ? റോങ് നമ്പറാ. അയ്യോ എനിക്ക് വയ്യേ അമ്മേ, എനിക്ക് വയ്യ. ഹലോ 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 പ്ലീസ് സംസാരിക്കൂ. ഹലോ പ്ലീസ് ടോക്ക് ടു മീ. ഹലോ സോറി, ഡോക്ടർ വിളിച്ചപ്പോ നമ്പർ മാറിപ്പോയതാ. ക്ഷമിക്കണം. അത് സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം നിങ്ങളുടെ അഡ്രസ് പറയും. എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്താ അർത്ഥം? അന്ന് ഞാൻ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു.
ഇല്ല നിഷ, അങ്ങനൊന്നുമില്ല. അല്ലടാ, എന്നോട് ക്ഷമിക്കണം അശ്വിൻ. ഇല്ല നിഷ, അന്ന് നീ വരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയറി വന്നപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടും നീ ഒന്നും പറയാതെയും കൂടി ആയപ്പോ അതുകൊണ്ടാ. നീയും നല്ല മൂഡിലാന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ ചെയ്തത്. വാ, എങ്ങനെ ഉണ്ടായിരുന്നറിയോ? ഒരു രക്ഷയില്ല. നീ വന്ന റൂമിൽ വെച്ച് എനിക്ക് ഒരുപാട് കമ്പനി തന്നപ്പോ നിനക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ നല്ലൊരു മൂഡിൽ വന്നപ്പോഴാ ആ മൊബൈൽ എല്ലാം നശിപ്പിച്ചു. ശരി, നീ സംസാരിച്ചിട്ട് വരുന്നു വിചാരിച്ചപ്പോ ബൈയും പറഞ്ഞു പോകാൻ നോക്കി. അതാ ഞാൻ അത്രയും ടെൻഷനായത്, അറിയോ? ശരി, എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഇതൊക്കെ നമ്മൾ തമ്മിൽ നടക്കേണ്ട കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാ മുൻപേ തന്നെ ഒരു ട്രയൽ എടുക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. എന്താ, ഒന്ന് ജോസ് പ്രകാശ് ആവാൻ നോക്കി. എങ്കിലും നെക്സ്റ്റ് ടൈം സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എടാ പാവല്ലേ, ഞാൻ കാരണം ഒരുപാട് നീ വിഷമിച്ചെന്ന് വിചാരിച്ചപ്പോ വീണ്ടും നിന്റെ കൂടെ കിടക്കാൻ വിളിക്കുകയാണോ നീ എന്നെ? ഇപ്പൊ പോലും നിനക്ക് നീ ചെയ്ത തെറ്റിന് സോറി ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. നിഷ, ഞാൻ പറയുന്നത് സ്റ്റോപ്പ് അശ്വിൻ. നീ ഞാനും തമ്മില് എല്ലാം ഇന്നത്തോടുകൂടി കഴിഞ്ഞു. എന്റെ ലൈഫിൽ ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല. തെറ്റായ ഒരാളെ ഞാൻ ചൂസ് ചെയ്തത്. ബ്രേക്കപ്പ് അശ്വിൻ, ബൈ.